ഹലോ, ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? കാണുമ്പം പഴംപൊരി പോലെ, പക്ഷെ പഴംപൊരി അല്ല കേട്ടോ, ഇത് ചേമ്പും കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പം പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചേമ്പ് പറിക്കാം. പിള്ളേർക്കൊക്കെ ക്രിസ്മസ് വെക്കേഷൻ ആണല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ട. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പുഴുങ്ങാൻ പോവുക, നല്ല ഇത് വെച്ച് കടി ഉണ്ടാക്കാൻ പോവുക. കിളികളൊക്കെ ചുറ്റും ഇരുന്ന് ഒച്ചയുണ്ടാക്കും. അവർക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചേമ്പിങ്ങ് പറിച്ചെടുത്തു. ഇതാ ഇത്രയും ഒരു 5-6 ചേമ്പ് പറിച്ചെടുത്തു കേട്ടോ. ആവശ്യത്തിനുള്ളേ പറിച്ചെടുക്കുള്ളൂ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണ്ടേ. അതുപോലെ തന്നെ ഇത് നന്നാക്കി എടുക്കുമ്പോൾ ഈ ചേമ്പിൻ്റെ അവിടെ നമുക്കുണ്ടല്ലോ 2 ഉരുളക്കിഴങ്ങും കൂടി വേണം കേട്ടോ. ഒരു 6 ചേമ്പിന് 2 ഉരുളക്കിഴങ്ങേ വേണ്ടുള്ളൂ. 6 അല്ല 7 ചേമ്പായാലും. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് നന്നാക്കിയ ശേഷം ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കട്ടെ കേട്ടോ. പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ വീട്ടിലിരിക്കുമ്പോൾ ഒരു കളിയും കഴിഞ്ഞ് വന്നാൽ എന്താ ഉള്ളതെന്ന് നോക്കും, വിശക്കും. വീട്ടിലിരിക്കുമ്പം പ്രത്യേകിച്ച് വിശപ്പ് കൂടുതലായിരിക്കും അല്ലേ. ഞങ്ങൾക്കൊക്കെ അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ. 3 നേരമേ കഴിക്കും, അങ്ങനെയൊന്നുമില്ല, വിശക്കുമ്പം കഴിക്കുക. പിള്ളേരൊക്കെയല്ലേ അല്ലേ. അപ്പം നമുക്ക് ഇതൊക്കെ മുറിച്ചിട്ടിട്ട്, അതായത് ഉരുളക്കിഴങ്ങ് മുറിച്ച് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ചേമ്പ് നന്നാക്കാം. കീ എന്നൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ചുറ്റും നിന്നിട്ട് മേലെ മരത്തിലേ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ചേമ്പ് ഞാൻ പുഴുങ്ങി കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല കാന്താരി ഉള്ളിയും കൂടിയുള്ള ചമ്മന്തിയും കൂടി അരച്ചിട്ടേ കട്ടനും വൈകുന്നേരത്ത് അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഇന്ന് അതല്ല. പിള്ളേർ കപ്പയും ചേമ്പും അങ്ങനെയൊക്കെ കഴിക്കും കേട്ടോ. അവർക്ക് അതൊക്കെ ഇഷ്ടമാണ്. ചക്കയുള്ള കാലത്ത് ചക്കപ്പുഴുക്കായാലും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ നന്നാക്കി ഇതും ചെറുതായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് മുറിച്ച പോലെ തന്നെ മുറിച്ചു നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. പെട്ടെന്ന് വേവും കേട്ടോ. ചേമ്പ് പെട്ടെന്ന് വേവുന്നതാണ്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വേവും. അപ്പം നമുക്കിത് വേവിക്കണ്ടേ. അപ്പം കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. പാകത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ഇടൂല കേട്ടോ. ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വയ്ക്കുന്നത്. ഉപ്പിടണം, പക്ഷെ അത് വെന്ത് വരാനാവുമ്പോൾ ഉപ്പിടുള്ളൂ. കണ്ടോ, തിളച്ച് നന്നായി വെന്ത് വരാനായപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മഞ്ഞളൊക്കെ ഇട്ടിട്ട് നല്ല വേവിച്ചെടുക്കണം. ചേമ്പും ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ വേവിച്ചിട്ടെടുക്കണം. നമുക്ക് ഉടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് ചേമ്പും നമ്മൾ ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഉടയ്ക്കണം. മിക്സിയിലൊന്നും ഇട്ടിട്ട് ഉടയ്ക്കരുതേ. നമ്മൾ ഒന്നെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. അതേ രീതിയിൽ വേവിച്ചെടുക്കുകയും വേണം കേട്ടോ. നല്ല നമ്മൾ കൈയും കൊണ്ട് ഇതാക്കുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ട എന്തൊക്കെ സാധനങ്ങളാണെന്നും കൂടി കുറച്ച് വറ്റൽ മുളക് പൊടിച്ചതാട്ടോ. പിന്നെ കുരുമുളക് പൊടിച്ചതും മല്ലിച്ചപ്പും കറിവേപ്പിലയുമാണ് മസാലക്കൂട്ട് കേട്ടോ. ഇത് നമ്മളെ കോൺഫ്ലവറാണ്. ഇതൊന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിലിട്ട് കൊടുത്തിട്ട് ഉരുളക്കിഴങ്ങ് ഉടച്ചതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യണം. കോൺഫ്ലവർ അതിനാട്ടോ ഉപയോഗിക്കുന്നത്, ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്കിങ്ങനെ കൈക്കൊക്കെ പിടിക്കുമ്പോൾ ഇതാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഉപ്പ് ഉരുളക്കിഴങ്ങും ഇതുമല്ല നമ്മളെ കയ്യിലൊക്കെ ഒട്ടും. അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. വേറെ ഒന്നും ഇട്ടിട്ടല്ല, നമ്മൾ കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ തന്നെ പിന്നെ ആവശ്യത്തിന് കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളെ വറ്റൽ മുളകില്ലേ, ചുവന്ന മുളക്, അത് മിക്സിയിൽ നിന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലയും കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി കേട്ടോ. ഇതൊക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അതാണ് കൃത്യമായിട്ട് അളവ് പറയാത്തത്. എന്നിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് എണ്ണയാക്കിയിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക. കുറച്ചെടുത്തിട്ട് കേട്ടോ, നീളത്തിൽ ഒന്ന് ഉരുട്ടി കൊടുക്കുക കയ്യിൽ വെച്ചിട്ട്. എന്നിട്ട് ഇതുപോലെ ചുറ്റും ഒന്ന് ഷേപ്പാക്കിയിട്ട് ഒന്ന് കൈ വെച്ചിട്ട് അമർത്തി കൊടുത്താൽ മതി. ഉരുണ്ടയായിട്ടല്ല, ഒന്ന് നമ്മൾ പഴംപൊരി ഷേപ്പില്ലേ, നമ്മളെ കയ്യിലേക്ക് എണ്ണ വെച്ചിട്ട് ഇതേ ആകൃതിയിൽ കേട്ടോ. കണ്ടില്ലേ, ഈ ആകൃതിയിൽ. ഇത് പൊട്ടിപ്പോവൊന്നുമില്ല, ഒന്നും ആവത്തില്ല. കയ്യിൽ കുറച്ച് ഇങ്ങനെ എടുത്ത് നമ്മൾ കോൺഫ്ലവറൊക്കെ ഇട്ടുകൊണ്ട് ഒന്നും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ചെറിയ വിരലോ ഏതെങ്കിലും വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പം ഇത് ഈ ഷേപ്പ് നിങ്ങളെ ഇഷ്ടത്തിന്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ആക്കുക. അക്കുഡോസിനുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പഴംപൊരി. അപ്പം പഴംപൊരീൻ്റെ ആകൃതിയിൽ ഇത് ചുട്ട് വെച്ചിരിക്കുമ്പം വിചാരിക്കും പഴംപൊരിയാണ്. പക്ഷേ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇതുണ്ടല്ലോ നമ്മൾ കഴിച്ച് കഴിയുമ്പം നമ്മൾ ചേമ്പും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് മനസ്സിലാവുകയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമുക്കിതിപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും നമ്മൾ ചെയ്യും. പക്ഷേ ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, മൈദയിലൊക്കെ മുക്കിയിട്ടൊക്കെയല്ലേ ചെയ്യുക. പക്ഷേ ഇതുപോലെ ആക്കുമ്പോൾ ഞാൻ വിചാരിച്ചേ ഇല്ല
ചേമ്പ് വെച്ചിട്ട് ഇങ്ങനെ ടേസ്റ്റിൽ അതുപോലെ നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ. കുറേയൊന്നുമില്ല, ചേമ്പ് മഞ്ഞളിട്ട് എന്താ പറയുക പുഴുങ്ങിയെടുക്കുക, വേവിച്ചെടുക്കുക, അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുരുമുളകും കറിവേപ്പിലയും മല്ലിച്ചപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറൊരു സംഭവം ഇതില്ല. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വെച്ചിട്ട് പാത്രത്തിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ടേബിളിൽ വെച്ചിട്ട് ഞാൻ ചായ വയ്ക്കാൻ പോകും. തിരിച്ച് വരുമ്പോഴത്തേക്കും ചായക്ക് കടി ഉണ്ടാവില്ല. അതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലുള്ള അവസ്ഥ കേട്ടോ. ആദ്യം ചേമ്പൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷേ ഇത് ഞാൻ പറയാം, ഇത് നമ്മൾ കഴിക്കുമ്പം ചേമ്പും കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അറിയില്ല, വേറൊരു ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ മയോണീസോ അല്ലെങ്കിൽ സോസോ എന്തെങ്കിലും കൂട്ടി കഴിക്കണം. ഞങ്ങളൊന്നും കൂട്ടുമൊന്നുമില്ല കേട്ടോ. അത് കൂട്ടി കഴിക്കുമ്പം ചൂടോടെ കഴിക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ പാടും കഴിക്കില്ലേ, അപ്പോൾ ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഉണ്ടാക്കി വയ്ക്കുവാണ്. അക്കുഡൂസ് പുറത്തുനിന്ന് ഫുട്ബോൾ കഴിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ടുണ്ട്, കയ്യും കാലും ഒക്കെ കഴുകാൻ പറഞ്ഞിട്ടുണ്ട്, ചായ ഇപ്പോൾ ആക്കി തരാമെന്ന്. അപ്പം ഇതുണ്ടാക്കാൻ നമ്മൾ ചീൻചട്ടി വെക്കുമ്പോൾ മാത്രം കാലും കഴുകി കയറുള്ളൂ. സ്കൂൾ ലീവായതുകൊണ്ട് എൻ്റെ മക്കളെ ഒരേ എന്താ പറയുക കളി തന്നെയാണ്. ഒന്നാമത് മഞ്ഞായതുകൊണ്ടേ ഇവിടെ ഒരു 10-11 മണിയാവണം കുറച്ചെങ്കിലും വെയിൽ ഇതാവണമെങ്കിൽ. അപ്പോൾ ആ രാവിലെയും കളിക്കും, ഒരു 4 മണി കഴിഞ്ഞാലും ഒക്കെ എന്താ പറയുക തണുപ്പത്താണ് കളി, നന്നായിട്ട് ചുമയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കട്ടെ. പിന്നെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് പറ. എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങളൊക്കെ വെക്കേഷൻ എവിടെയും പോകുന്നൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. ഇടയ്ക്കൊന്ന് ഇത്താത്താൻ്റെ വീട്ടിൽ പോകണമെന്നുണ്ട്, അത്ര തന്നെ. അല്ലാണ്ട് ദൂരത്തേക്ക് എവിടെയൊന്നും ഞങ്ങൾ വെക്കേഷൻ അങ്ങനെ പോയി നിൽക്കാൻ എവിടെയില്ല. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത്താത്താൻ്റെ അടുത്ത് ചിലപ്പം പോയി ഒരു ദിവസം അങ്ങനെ നിൽക്കണം എന്നുണ്ട്, തീരുമാനിച്ചിട്ടില്ല. പിന്നെ എന്താ പറയുക, അക്കുഡൂസ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കട്ടെ, ഒന്ന് വിളിക്കട്ടെ, ഞാൻ ഇത് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. എന്ത് ഭംഗിയല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണാൻ. ശരിക്കും പഴംപൊരിക്കൊക്കെ പഴമൊക്കെ ഇങ്ങനെ മുറിച്ച് പിന്നെ അത് മൈദയിലൊക്കെ മുറുക്കി പൊരിക്കേണ്ട, ഇതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ അടുപ്പത്തൊരു ചട്ടി വെച്ച് അതിലേക്ക് ചട്ടി ചൂടാകുമ്പോൾ പാം ഓയിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ പഴംപൊരിയാണോ അല്ലെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് മസാല ബോണ്ടയാണെങ്കിലൊക്കെ മൈദയിലൊക്കെ മുക്കി പൊരിക്കണം. ഇതൊരു മൈദയിൽ മുക്കൊന്നും വേണ്ട. നമ്മൾ എന്താ പറയുക ഉരുളക്കിഴങ്ങ് ഇത് നോക്കിക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് പൊരിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്താ പറയുക, നമുക്കൊരു മൈദയിൽ ഒന്നും മുക്കണ്ട. നമ്മളെ ഉരുളക്കിഴങ്ങും ചേമ്പ് കൂടുതലാണ്, ഉരുളക്കിഴങ്ങ് കുറച്ച്. എന്താ പറയുക ഒരു 6-7 ചേമ്പിന് 7 ചേമ്പിന് 2 ഉരുളക്കിഴങ്ങേ വേണ്ടൂ. അപ്പം ഇത് കണ്ടോ, വേറൊന്നും നമ്മൾ കൂട്ടിയിട്ടില്ല. അപ്പം നമ്മൾ മൈദ കൂട്ടുന്നില്ല, ഒന്നും ഇല്ലാണ്ടാണ് നമ്മളിതിങ്ങനെ പൊരിച്ചെടുക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചേമ്പ് കൊണ്ടാണോ ഉണ്ടാക്കിയെന്ന് പോലും തോന്നൂല, അത്രയ്ക്കും ടേസ്റ്റ്. അപ്പം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് മക്കളെ, ഇത് മൊത്തം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ, നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ.